ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് വീണ്ടും കുറച്ച് പച്ചക്കള്ളങ്ങൾക്ക് എനിക്ക് മറുപടി തരണമെന്ന് തോന്നി. ഇതിൻ്റെ പുറകെ ഞാൻ ആ ഒരു വിഷയം വിട്ടതാണ്. അത് എവിടെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നു അവിടെ ഞാനും വിട്ടതാണ്. പക്ഷേ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ നമ്മുടെ പ്രസ്തുത കുട്ടൂസനും ഡാഗിനിയും കൂടെ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ലൈവ് കാണാൻ പോയില്ല കേട്ടോ. 1-1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഇതുങ്ങളുടെ ലൈവ് കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അത് തന്നെയല്ല, എന്നെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ സ്നേഹിക്കുന്ന ആളുകളെ പറ്റിയിട്ടോ ഒക്കെ എന്തെങ്കിലും പറയുമ്പോൾ മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത്. പക്ഷെ ആ ലൈവിനകത്ത് എൻ്റെ ഒരു കാര്യം ഈ കുട്ടൂസൻ പറയുന്നുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു 1-2 ആളുകൾ. അതിതാണ്, ഞാൻ ചെയ്ത വർക്കിൽ ഇവൻ കുത്തിപ്പൊക്ക് കൊണ്ടുവന്ന ഒരു വർക്ക് ഉണ്ടല്ലോ, ഒരു മൂവിയുടെ, അതിൽ എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് ഒരു പ്രധാന വിഷയം. അതാണ് അതെങ്ങനെ പ്രധാന വിഷയമാകുമെന്ന് വെച്ചാൽ, അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും എനിക്ക് ഇതിവിടെ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. അതിൽ എൻ്റെ ഫിനാൻസ് ക്ലിയർ ചെയ്തത് അതിലെ മൂവിയിലെ കൺട്രോളറാണ്, ഡിക്സൺ ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ക്യാഷ് ഇട്ട് തന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു എഗ്രിമെൻ്റ് ഉണ്ടാവും. ഇത്ര രൂപ, ഇത്ര ദിവസത്തെ വർക്ക്, ഇത്ര തുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാകും. അതും ഞാൻ സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ വർക്കിലേക്ക് കയറുന്നത്. അപ്പോൾ അതിൻ്റെയും ഒരു ഫോട്ടോ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തന്ന അത്യാവശ്യം നല്ല തുക തന്നിട്ട് തന്നെയാണ് അത് ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചോദിച്ചു പോകുന്നതല്ല, അവർ വിളിച്ച് ഞാൻ പോയി ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ അവർ തന്നെ പറയും ഇത്രയാണ്, ഇതാണ് റേറ്റ്, ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് പോയി ചെയ്യുക. അപ്പോൾ ആ തന്ന ഒരു തുകയുടെ സ്ക്രീൻഷോട്ടും, ഇപ്പോൾ മൂവിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഞാൻ എപ്പോഴും എടുത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ട്. അല്ലാതെ നമ്മുടെ സാധാരണ ഒരു സോഴ്സ് അല്ലാതെ നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ഒരു വരുമാനമാണല്ലോ. അപ്പോൾ അത് ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആ ചെയ്ത എഗ്രിമെൻറ്റിൻ്റെ ഫോട്ടോ കോപ്പിയും എൻ്റെ കയ്യിലുണ്ട്. എത്ര രൂപയാണ്, എങ്ങനെയാണ്, എന്നാണ് തന്നത് എന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ടും സർവത്ര തെളിവുകളും എനിക്കുണ്ട്. അത്യാവശ്യം നല്ലൊരു തുക തന്നെ അതിന് അവരെനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തുക തന്നിട്ട് നല്ല ഫെസിലിറ്റീസും എല്ലാവർക്കും കിട്ടിയതുപോലെ തന്നെ അതിൽ മെയിനായിട്ടുള്ള എല്ലാവരും ആക്ടേഴ്സും ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സും ഒക്കെ താമസിച്ചിരുന്നിടത്ത് തന്നെ അക്കോമഡേഷനും ഒക്കെ അവരുടെ ഒപ്പം തന്നെയാണ് എനിക്കെല്ലാം തന്നിട്ടുള്ളത്. ഇത്രയധികം സൗകര്യങ്ങളും ഒക്കെ തന്നിട്ട് ഒരാൾ വന്നിരുന്നിട്ട് പറയുകയാണ് അതിലെനിക്ക് ക്യാഷ് തന്നിട്ടില്ല എന്ന്. ഇയാൾ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. മേ ബി ഞാനിത് മിണ്ടാതിരുന്നാൽ അത് ബാധിക്കുന്നത് അതിലെ കൺട്രോളറെ തന്നെയാണ്. കാര്യം പ്രൊഡ്യൂസേഴ്സൊക്കെ കൂടെ കൊടുത്ത ഒരു തുകയുണ്ടല്ലോ ഓരോ ആർട്ടിസ്റ്റിനും ഇത്ര എന്ന് വെച്ചിട്ട്. അപ്പോൾ അത് കൺട്രോളർ തന്നില്ല എന്നുള്ളൊരു ഇതല്ലേ വരുള്ളൂ. അപ്പോൾ അത് വല്ലവനും എവിടെയെങ്കിലും ഇരുന്നിട്ട് ആ തുക ഇവൾക്ക് ക്യാഷ് കൊടുത്തിട്ടില്ല, കിട്ടിയിട്ടില്ല, ഇവൻ എന്തോ അറിഞ്ഞതുപോലെയാണ് വിളിച്ചു പറയുന്നത്. ഞാനത് കേട്ടില്ല, പക്ഷെ കമൻറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതാണ്. എല്ലാ കാര്യങ്ങളും ഇവൻ അങ്ങനെയാണല്ലോ പറയുന്നത്. അവൾക്ക് ക്യാഷ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ബാധിക്കുന്നത്. എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല, കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും അത് ഞാനാണ് ഉപയോഗിക്കുന്നത് അല്ലേ, അതിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അത് ബാധിക്കുന്ന വേറെ കുറേ ആളുകളുണ്ട്. അദ്ദേഹം അത് മുക്കി എന്നുള്ള രീതിയിലേ വരൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എനിക്ക് ഇവിടെ ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. നിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നീ തെളിയിക്ക്. ആരോടെങ്കിലും ചോദിച്ചിട്ട് നീ അന്വേഷിച്ചിട്ടാണ് പറഞ്ഞതെങ്കിൽ നീ ക്ലിയർ ആയിട്ട് പറയേ, ധൈര്യമായിട്ട് പറയേ, എനിക്ക് ക്യാഷ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ആരാണ് നിന്നോട് പറഞ്ഞതെന്ന് പറ. എന്തെങ്കിലും ഒരു ചെറിയ തെളിവുണ്ടെങ്കിൽ നീ പറ. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന തെളിവുകൾ ഞാൻ കാണിക്കേണ്ടടുത്ത് കാണിച്ചോളാം. എൻ്റെ കയ്യിൽ ഇപ്പോഴും അത് സേഫായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ കാരണം വെറുതെ എന്തിനൊരു മനുഷ്യൻ പഴി കേൾക്കണം. ഒരു ദിവസം പോലും ലേറ്റ് ആകാതെ ഷൂട്ട് തീർന്നപ്പോൾ തന്നെ ക്യാഷ് തന്ന് സെറ്റിൽ ചെയ്തതാണ്. എന്നിട്ട് പറയുകയാണ് അതോ അത്യാവശ്യം നല്ല തുക തന്നതാണ്, എന്നിട്ട് പറയുകയാണ് അവൾക്ക് ക്യാഷ് കിട്ടിയില്ല. എന്തിൻ്റെ തെളിവിലാണ് ഇവനിത് പറയുന്നത് എനിക്കറിയില്ല. പിന്നെ വേറെ മൂവിയിലൊന്നും ചെയ്തിട്ടില്ല, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ എൻ്റെ തല കണ്ടു കഴിയുമ്പോൾ പിന്നെയും പൊക്കിക്കൊണ്ട് നീ വരരുത്. എനിക്കത് നീ ഇത്രണ്ണം ചെയ്തു, 1 ചെയ്തോളൂ, 2 ചെയ്തോളൂ, എനിക്ക് അതിൽ വലിയ ക്രെഡിറ്റ് കാണുന്ന അത് വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന ആളൊന്നും അല്ല ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് അർഹിക്കുന്ന പ്രതിഫലം കിട്ടിയാൽ പോയി ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. എനിക്കൊരു അല്ലാതെ സ്ഥിരം ഇങ്ങനെ ഈ വർക്ക് ചെയ്യണം, അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റും പാഷനും ഒന്നുമല്ല എനിക്ക് ആ സംഭവം. പക്ഷെ കള്ളം പറയുമ്പോൾ അത് മറ്റുള്ളവരെ ബാധിക്കും. ഞാൻ കാരണം മറ്റുള്ളവരെ ബാധിക്കുന്നതാകുമ്പം എനിക്കത് ക്ലിയർ ചെയ്ത് തന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്കതിന് നല്ല തുക കിട്ടിയതാണ്. അതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ കൈവശമുണ്ട്. ആ സംഭവത്തിലാണ് ഇവന് ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞേക്കുന്നത്. അത് എസ്പെഷ്യലി ഡിക്സൺ ചേട്ടൻ അതിൻ്റെ കൺട്രോളറെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത്
വെളിപ്പെടുത്തുന്നത്. പിന്നെ ഒരുപാട് കള്ളങ്ങളുടെ കൂട്ടത്തിലെ ഇവൻ്റെ ഒരു കള്ളമാണിത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാനും പിന്നെ വേറൊരു തെളിയിക്കപ്പെടാവുന്ന ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുള്ള വേറൊരു കള്ളമാണ് ഈ പറയുന്ന ഞാനും പ്രസ്തുത ഇവൻ്റെ വീട്ടുകാരും ഈ കമൻ്റ് ഇടുന്ന ആളുകളും എല്ലാവരും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത്, ഫോൺ വഴി കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെന്ന് എങ്ങനെയാണെങ്കിലും ബന്ധമുണ്ടെന്നുള്ളത്. അത് ക്ലിയർ കട്ടായിട്ട് എനിക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ ഇതുവരെ ഒരാളെ പോലും കമൻ്റ് ഇടുന്ന ആളുകളെ ആണെങ്കിലും ഈ വീട്ടുകാരെ ആണെങ്കിലും ആരെയും ഞാൻ വിളിച്ചിട്ടില്ല എന്നുള്ളതിന് 100% തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ബിക്കോസ് ഞാൻ വിളിച്ചിട്ടില്ല, അതിന് തെളിവില്ല. വിളിച്ചു എന്നുള്ളതിന് തെളിവില്ല. അതുപോലെ അവരിങ്ങോട്ടും വിളിച്ചിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വിളിക്കാൻ ഫോൺ നമ്പർ ഇല്ലയെന്ന് വയ്ക്കാം. എനിക്ക് വേണമെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ അതിൽ കിടക്കുന്നുണ്ടല്ലോ, എനിക്ക് വേണമെങ്കിൽ വിളിക്കാം. ഞാൻ നിന്നെപ്പോലെ ബോധമില്ലാത്ത LLB-കാരി അല്ലാത്തത് കൊണ്ട് എനിക്കറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇത് നിയമപരമായിട്ട് പോകുന്ന ഒരു സംഭവമാണ്, ഒരു കേസാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിയമപരമായ എല്ലാ പരിഗണനകളും നമുക്ക് കിട്ടണമെങ്കിൽ നിയമത്തെ നമ്മൾ അനുസരിക്കുകയും ചെയ്യണം. ആ രീതിയിൽ തന്നെ മൂവ് ചെയ്യണം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ ഈ പറയുന്ന ഇവരൊന്നും വിളിക്കാൻ എനിക്ക് കൊതിയില്ലാഞ്ഞിട്ടോ സംസാരിക്കാൻ കൊതിയില്ലാഞ്ഞിട്ടോ കാണാൻ കൊതിയില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ ഇതൊന്നും ചെയ്യാത്തത്. എനിക്കറിയാം നിയമപരമായിട്ട് നമ്മൾ പ്രൈവറ്റായിട്ട് എല്ലാവരും കൂടിയിരുന്ന ഒരു ഗൂഢാലോചന നടത്തിയിട്ട് അതിൻ്റെ പ്രതിഫലനമാണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് കാണിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ആരുമായിട്ടും കോണ്ടാക്റ്റ് ഇല്ലാതെയൊക്കെ ഇരിക്കുന്നത്. ഇതിന് ശുഭമായ ഒരു പര്യവസാനം വരുന്നത് വരെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും വേണ്ട, കോണ്ടാക്റ്റും വേണ്ട എന്ന് കരുതിയിട്ട് ഞാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതിനും വ്യക്തമായ തെളിവുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, ഒരു ഇടപാടുമില്ല എന്നുള്ളത് ഞങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. ഇനി നിയമപരമായിട്ട് പോകുമ്പം ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് തെളിയിക്കാനും പറ്റില്ല. നീ പറയുന്ന ഒരുപാട് കള്ളങ്ങളുടെ കൂട്ടത്തിലെ ചില കള്ളങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാര്യം ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം നിന്റെ കൂടെയുള്ള കുറേ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോഴാണ് നിന്നെ മനസ്സിലായത് എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ ആളുകൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 പറയുന്നത്. കാര്യം ഇപ്പോഴും ആ കൂടെയുള്ള കുറേ പേര് അന്ധം ഫാൻസ് വിശ്വസിക്കുന്നുണ്ട് ഇവൻ പറയുന്ന സത്യമാണ്. ഇപ്പം എൻ്റെ കാര്യമാണെങ്കിലും എൻ്റെ ഡീറ്റെയിൽസ് എവിടെയോ പോയി പൊക്കിക്കൊണ്ടു വന്നതിൽ 1% പോലും ഒരു കാര്യത്തിലും സത്യമില്ല. അതും വ്യക്തമായ തെളിവുകളുള്ള കാര്യമാണ്. ഇവൻ പറഞ്ഞത് മുഴുവൻ ഫേക്ക് ആണെന്നുള്ളത് വ്യക്തമായ തെളിവുകളുള്ള കാര്യമാണ്. എങ്ങനെ അന്വേഷിച്ചാലും തെളിവുകളുള്ള കാര്യമാണ്. ഇവൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്നുള്ളത്. അപ്പോൾ നീ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ നീ പറയുന്നത് സത്യമാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവും നിൻ്റെ കയ്യിലില്ല. നീ ഉണ്ടെങ്കിൽ നീ കാണിക്കുക. ഇപ്പം എൻ്റെ കാര്യം തന്നെ, എൻ്റെ ആ മൂവിയുടെ കാര്യം പറഞ്ഞത് നീ കാണിക്കുക. നിന്നോട് അല്ലെങ്കിൽ ഇന്നയാൾ പറഞ്ഞു എന്ന് ധൈര്യമായിട്ട് പറയുക. സത്യമാണെങ്കിൽ ധൈര്യമായിട്ട് ആളെ പറയുന്നതിന് എന്താ പ്രശ്നം? അല്ലെങ്കിൽ തെളിവുകൾ കാണിക്കുക. എൻ്റെ തെളിവ് ഞാൻ കാണിക്കാം, എൻ്റെ കയ്യിൽ തെളിവുണ്ടല്ലോ, അപ്പം ഞാൻ കാണിക്കാം. ആദ്യം കള്ളം പറഞ്ഞവൻ തെളിവ് കാണിക്കുക. എനിക്ക് അത് പ്രതികരിക്കണം തോന്നിയ കാര്യം എന്താണെന്ന്, ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണത്. അദ്ദേഹമാണ് അതിലെ ഫിനാൻസ് മാനേജ് ചെയ്യുന്നത്. ഞങ്ങൾക്കൊക്കെ ക്യാഷ് ഇട്ട് തരുന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലല്ലേ ഒരു പ്രശ്നം ഉണ്ടാവും. ഇന്ന ആർട്ടിസ്റ്റിന് അയ്യോ ഇത്ര രൂപ ഇന്ന ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടെന്നും പറഞ്ഞിട്ട് അനുവദിച്ചിട്ട് അദ്ദേഹം അത് മുക്കി എന്നുള്ള രീതിയിലല്ലേ വരൂ. അതുകൊണ്ട് എനിക്കത് ഇപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകണം എന്നെനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ പറഞ്ഞതാണ്. പിന്നെ ഇന്ന് ഞാൻ സിന്ധുഅമ്മ വ്ളോഗ്സ് കണ്ടു കേട്ടോ. എനിക്ക് തോന്നി ഒരു കമൻ്റ് ഇടുന്നതിനെ കഴിഞ്ഞ് നല്ലത് വീഡിയോയിൽ കൂടെ തന്നെ പറയുകയാണെന്ന് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല കേട്ടോ. അത് ഓർത്തിട്ട് ഒട്ടും വിഷമിക്കേണ്ട. എനിക്കുണ്ടായിരുന്നു ഫസ്റ്റൊക്കെ, ഞാൻ പറയില്ലേ ആദ്യം ഈ ചീത്തയും തെറിയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ശരീരം തളർന്നു പോകുന്നത്രയും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും ദൃഢമായിട്ടുള്ള ഒരു നിശ്ചയമുണ്ടായിരുന്നു, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് എന്തായാലും ഞാൻ ചീത്തയും തെറിയും കേൾക്കുന്നതിനെ കഴിഞ്ഞും എനിക്ക് വിഷമം എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ അത് ഞാനായിട്ട് സങ്കല്പിച്ചാൽ എനിക്കത് മനസ്സിലാവും. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ അവർ മാനസികമായിട്ട് തകർന്നു പോകുമോ, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെയുള്ള പേടി എനിക്ക് എൻ്റെ ഒരുപാട് ദിവസത്തെ ഉറക്കം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങളവിടെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ്. എനിക്കത് മാത്രം മതി. എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രം മതി. എനിക്കും ഞങ്ങൾ ഓരോരുത്തർക്കും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ഇത്രയും അധികം ആളുകൾ, നല്ലവരായ അന്ന് തൊട്ട് ചേർത്ത് പിടിക്കുന്ന ഞങ്ങളെല്ലാവർക്കും വേണ്ടത് അത് തന്നെയാണ്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക. എന്ത് തന്നെ കേട്ടാലും കുലുങ്ങാൻ പോകരുത്, സങ്കടപ്പെടാനും പോകരുത്, അതോർത്ത് വിഷമിക്കാനും പോകരുത്. ഞങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ്. എന്നെ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സത്യവുമില്ലാത്ത കുറേ കാര്യങ്ങൾ എവിടെയോ കിടക്കുന്ന ഒരുത്തം വിളിച്ചു പറഞ്ഞ് എന്തിനു നമ്മളത് ബോധർ ചെയ്യണം? ഞാനത് നെവർ മൈൻഡ്, ഞാനത് മൈൻഡ് ചെയ്യുന്നതിൽ എനിക്ക് ഓരോന്ന് കേൾക്കുമ്പോൾ ചിരിയാ വരുന്ന കാര്യം.
ഈ പറയുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ എന്തെങ്കിലും ഒരു പേഴ്സൻറ്റേജിലും സത്യം വേണ്ടേ? അങ്ങനെ സത്യമില്ലാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ട് പറയുമ്പോൾ മേ ബി ആദ്യമൊക്കെ സങ്കടം ഉണ്ടാവാം, പക്ഷെ ഒരു കാര്യം ക്ലിയർ ആണ്, ഇത് സത്യമല്ല എന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും എൻ്റെ ഭാഗത്തുണ്ട്. പക്ഷെ ഇത് ഇവൻ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള ഒറ്റ തെളിവുകളും ഇവൻ്റെ ഭാഗത്തില്ല, ഇവന് കിട്ടുകയില്ല. കാര്യം ഇവൻ പറയുന്ന മുഴുവൻ കള്ളവാണ്. ഇപ്പോഴും ആളുകൾ വിശ്വസിച്ചിരിക്കുകയാണ് ഇവൻ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ സത്യമുണ്ടെന്ന്. ഈ ഒരു കുറച്ച് കാര്യങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് കറക്റ്റായിട്ട് വ്യക്തമായി ഈ വ്യക്തികൾ, ഈ രണ്ടുപേരും കുട്ടൂസൻ ഡാഗിനി, ഇവർ രണ്ടും പറയുന്നതിൽ ഒരു കാര്യം പോലും സത്യമില്ല. എല്ലാം എന്തൊക്കെയോ വേറൊരു മായാ ലോകത്തിരുന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് പറയുകയാണ്. എല്ലാം സ്വയം സൃഷ്ടിച്ചെടുത്തിട്ട് മാറ്റി പറയുകയാണ്. എല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നിട്ട് ഒരു വക വല്ലാത്ത ചിരിയും ചിരിച്ച് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഇത് കേട്ടിട്ട് അന്ധമായിട്ട് കണ്ണടച്ച് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന കുറേ ആളുകളിരുന്ന് വിശ്വസിക്കും. അത്രയേ ഉള്ളൂ. അതിന് എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ, എനിക്ക് സങ്കടമൊന്നുമില്ല. എനിക്ക് എപ്പോഴും എനിക്ക് സന്തോഷം അഭിമാനം എന്താണെന്നറിയുമോ, നിങ്ങൾ നന്നായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് മാത്രം മതി എനിക്ക്. അതുകൊണ്ട് ഒന്നും ഓർത്തിട്ട് കരയാനും നിൽക്കട്ടെ. കരയുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് എനിക്കെപ്പോഴും ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത്. ഇനി ഇത് കണ്ടിട്ട് വല്ല കളിയാക്കലും ഒക്കെ അപ്പുറത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷെ നെവർ മൈൻഡ്, നമ്മൾ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ എപ്പോഴും സന്തോഷമായിട്ട് തന്നെ പോവുക. ഒരു ബോധവും വിവരവും ഇല്ലാത്ത ചിലതുങ്ങൾ എവിടെയോ കിടന്ന്, എന്തെങ്കിലും ബോധവും വിവരവും ഉണ്ടെങ്കിൽ ഈ പ്രവൃത്തിയൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ അങ്ങനെ മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. അപ്പോൾ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരുന്നാൽ ഞങ്ങൾ ഈ ഒരു കൂട്ടം ആളുകൾക്ക് അത് മാത്രം മതി. ഏറ്റവും ഞങ്ങൾ ആഗ്രഹിക്കുന്ന അത് മാത്രമാണ്. അവിടെ എപ്പോൾ ഡൗൺ ആകുന്നോ, പ്രശ്നമാകുന്നോ, വിഷമമാകുന്നോ, അപ്പം മാത്രമാണ് ഞങ്ങൾക്ക് നമ്മൾ ചെയ്തതിനൊരു റിസൾട്ട് ഇല്ലല്ലോ, അവർക്ക് വീണ്ടും സങ്കടമാണല്ലോ എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ പിന്നെ ദുഃഖിക്കേണ്ടി വരിക. ഇതിൽ ഒരു പ്രശ്നമില്ല. നമ്മളൊരു നല്ല കാര്യം ചെയ്തിട്ട് എവിടെയെങ്കിലും കിടന്ന് ആരെങ്കിലും കുരയ്ക്കുന്നതിന് നമുക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഒരു പ്രശ്നമില്ല. കാര്യം ഇത്രയധികം ആളുകളുണ്ട്, ഞങ്ങൾ ഒരുമിച്ചുണ്ട്, അത്രമാത്രം ഓർത്താൽ മതി. എൻ്റെ റെമ്യൂണറേഷൻ്റെ കാര്യം കേട്ടപ്പോൾ എനിക്ക് അപ്പം തന്നെ പറയണം തോന്നിയതാണ്. കാരണം വേറൊരു വ്യക്തി ബാധിക്കപ്പെടേണ്ട കാര്യമില്ലല്ലോ, അതും അത്യാവശ്യം നല്ലൊരു എമൗണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പറയണമെന്ന് വിചാരിച്ചതാണ്, എനിക്ക് സമയം കിട്ടിയില്ല. ഇന്നെങ്കിലും പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന നീതികേടായി പോവില്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഈ അന്ധമായിട്ട് ഈ പറയുന്നത് മുഴുവൻ ഞാൻ ഓർക്കും, ഒരു മനുഷ്യന് എങ്ങനെ ഇങ്ങനെ തെളിവുകളില്ലാത്ത കള്ളം പറയാൻ പറ്റുന്നു? എങ്ങനെ പറ്റുന്ന ഒരു മനുഷ്യന് ഇങ്ങനെ? എന്തായാലും ഒരു സന്തോഷമുള്ള എന്താണെന്നറിയോ, കുറേ പേരുകൾ ഓരോരുത്തരായിട്ടാണേലും വന്നിട്ട് പറയുന്നുണ്ട്, തെറ്റിപ്പോയി, നിങ്ങളായിരുന്നു ശരി, നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരിയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം അയാൾ പറയുന്നതെല്ലാം കള്ളമാണെന്ന് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ഹൃദയം നിറഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത് മാത്രമേ പറയാനുള്ളൂ. സന്തോഷമായിട്ടിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഓരോ പടിയായിട്ട് ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുക. ഒരിക്കലും നമ്മൾ ഡൗൺ ആകാൻ പാടില്ല. നമ്മൾ ഡൗൺ ആയി പോകുക എന്നുള്ളതാണ് ശത്രുക്കൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇടം നമ്മൾ ഒരിക്കലും വരുത്താതിരിക്കുക. അല്ലാതെ എൻ്റെ കാര്യം ഓർത്തിട്ട് ഒട്ടും ടെൻസ്ഡ് ആവേണ്ട. എനിക്ക് ഒരു സങ്കടമില്ല. കാര്യം അത്രയ്ക്ക് എത്ര പറയുന്നു അത്രയ്ക്ക് ഞാൻ സ്ട്രോങ് ആയിട്ട് വരിക തന്നെയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്